ഹലോ സുഹൃത്തുക്കളെ, നമ്മുടെ പുതിയൊരു ഡീകോഡിംഗ് അനാലിസിസിലേക്ക് പുതിയ കാര്യങ്ങൾ പഠിക്കാൻ താൽപ്പര്യമുള്ള എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള, എന്നാൽ നമ്മുടെയൊക്കെ ഡെയിലി ലൈഫിൽ എപ്പോഴെങ്കിലും അനുഭവിച്ചിട്ടുള്ള ഒരു കാര്യത്തെക്കുറിച്ചാണ്. ചില സാധാരണ സംസാരങ്ങൾ പെട്ടെന്ന് വലിയ തർക്കങ്ങളായി മാറുന്നത് എന്തുകൊണ്ടാണെന്ന്, അതിനു പിന്നിലെ മറിഞ്ഞിരിക്കുന്ന സൈക്കോളജി എന്താണെന്ന് നമ്മളിന്ന് ഡീകോഡ് ചെയ്യാൻ പോവുകയാണ്. ശരി, നമുക്കിതിലേക്ക് കടക്കാം. നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കിയേ, ഒരു സിനിമയെക്കുറിച്ചോ അല്ലെങ്കിൽ എന്തെങ്കിലും വാർത്തയെക്കുറിച്ചോ വളരെ കൂളായിട്ട് സംസാരിച്ചു തുടങ്ങുന്ന ഒരു ചെറിയ കാര്യം പെട്ടെന്ന് വലിയൊരു പൊട്ടിത്തെറിയിലേക്ക് പോകുന്നത് നിങ്ങൾ എപ്പോഴെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ? നമ്മൾ നമ്മുടെ ഒരു അഭിപ്രായം പറയുമ്പോഴേക്കും അവർക്ക് പെട്ടെന്ന് ദേഷ്യം വരും. നമ്മൾ വിചാരിക്കും ഇവർക്ക് ഭയങ്കര ഈഗോയാണെന്നോ അല്ലെങ്കിൽ അഹങ്കാരമാണെന്നോ ഒക്കെ. പക്ഷേ ഇതിനു പിന്നിലെ യഥാർത്ഥ മനഃശാസ്ത്രം മറ്റൊന്നാണ്. ഒരു തർക്കത്തിന്റെ യഥാർത്ഥ ഘടന എന്താണ്? അതായത്, ഒരു വിയോജിപ്പും അനാദരവും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് നമുക്കാദ്യം നോക്കാം. ഇതിലെ ഏറ്റവും നിർണായകമായ പോയിന്റ് എന്താണെന്ന് വെച്ചാൽ, ചിന്തകളിൽ തീരെ വഴക്കമില്ലാത്ത, അതായത് കൊഗ്നിറ്റീവ് ഫ്ലെക്സിബിലിറ്റി കുറഞ്ഞ ആളുകൾക്ക് വിയോജിപ്പും അനാദരവും തമ്മിലുള്ള വ്യത്യാസം തീരെ മനസ്സിലാകില്ല. നമ്മളൊരു ആശയത്തെപ്പറ്റി സംസാരിക്കുമ്പോൾ ആ ആശയത്തെ മാത്രമാണ് വിമർശിക്കുന്നതെന്ന് നമുക്ക് വ്യക്തമായി അറിയാമല്ലേ? എന്നാൽ അവർക്കങ്ങനെയല്ല. നിങ്ങൾ അവരുടെ അഭിപ്രായത്തെ ഒന്ന് ചോദ്യം ചെയ്താൽ അതിനെ ഒരു ആശയത്തോടുള്ള വിയോജിപ്പായി കാണാൻ അവർക്ക് കഴിയില്ല. പകരം നിങ്ങൾ അവരെ വ്യക്തിപരമായി അപമാനിക്കുകയാണെന്നാണ് അവർ വിശ്വസിക്കുന്നത്. ഇനി ഇതിന്റെ അടുത്ത തലത്തിലേക്ക് വരുമ്പോൾ, ബൗദ്ധികമായ അധ്വാനത്തിന്റെ വില, അഥവാ നമ്മൾ കൊടുക്കേണ്ടി വരുന്ന മാനസിക ഊർജ്ജം എന്താണെന്ന് നോക്കാം. എന്താണ് ഈ കോഗ്നിറ്റീവ് എഫേർട്ട്? അതായത്, മറ്റൊരാൾ പറയുന്നത് ക്ഷമയോടെ കേൾക്കാനും അതിലെ സങ്കീർണതകൾ മനസ്സിലാക്കാനും കൃത്യമായ ലോജിക് ഉപയോഗിച്ച് മറുപടി പറയാനും നമ്മുടെ തലച്ചോറിന് ഒരുപാട് എനർജി ആവശ്യമാണ്. സത്യം പറഞ്ഞാൽ ഈ യഥാർത്ഥ യുക്തിചിന്ത അഥവാ റീസണിംഗ് എന്നത് മനുഷ്യന്റെ തലച്ചോറിനെ സംബന്ധിച്ചിടത്തോളം വളരെ കഷ്ടപ്പാടുള്ള ഒരു പണിയാണ്. വെറും വികാരങ്ങൾ പോരാ, പരസ്പരം ബഹുമാനിച്ച് കൃത്യമായ ന്യായവാദങ്ങൾ നിരത്തുക എന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ലല്ലോ. അതുകൊണ്ടുതന്നെ കാര്യങ്ങളെ ആഴത്തിൽ വിശകലനം ചെയ്യാനും യുക്തിപരമായി ചിന്തിക്കാനും ചില ആളുകളുടെ തലച്ചോറിന് വലിയ ബുദ്ധിമുട്ടായിരിക്കും. ഈ ബുദ്ധിമുട്ടൊഴിവാക്കാൻ അവർ എളുപ്പവഴിയായ ദേഷ്യത്തിലേക്കും ഒച്ചപ്പാടിലേക്കും തിരിയുന്നു. കാരണം ഒന്നാലോചിച്ചു നോക്കൂ, വെറുതെ ദേഷ്യപ്പെടാനും മറ്റുള്ളവരെ പരിഹസിക്കാനും നമുക്ക് യാതൊരു കോഗ്നിറ്റീവ് എഫേർട്ടും ആവശ്യമില്ലല്ലോ. വളരെ എളുപ്പത്തിൽ ചെയ്യാവുന്ന കാര്യമാണത്. നമുക്ക് അടുത്തതിലേക്ക് പോകാം. ഇതെങ്ങനെയാണ് ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്ക് വികസിക്കുന്നതെന്ന് നോക്കാം. ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചിന്താരീതി. എന്താണ് ഈ കോഗ്നിറ്റീവ് റിജിഡിറ്റി? വളരെ സിമ്പിളായി പറഞ്ഞാൽ, പുതിയ കാര്യങ്ങൾ ഉൾക്കൊള്ളാൻ കഴിയാത്ത ഒരു തരം മാനസികാവസ്ഥയാണിത്. ഇത്തരം ആളുകൾക്ക് ഏതൊരു വിഷയത്തെയും കേവലം രണ്ടറ്റങ്ങളിലൂടെ മാത്രമേ കാണാൻ കഴിയൂ. ഒരു വിഷയത്തിന്റെ സങ്കീർണതകളോ മധ്യത്തിലുള്ള സാധ്യതകളോ മനസ്സിലാക്കാൻ ഇവർക്ക് വല്ലാത്ത ബുദ്ധിമുട്ടാണ്. പുതിയ ഇൻഫർമേഷൻ കിട്ടിയാൽ പോലും അതനുസരിച്ച് സ്വന്തം ചിന്തകളെ മാറ്റാൻ ഇവർക്ക് കഴിയില്ല. വളരെ എക്സ്ട്രീമായ, അങ്ങേയറ്റം ധ്രുവീകരിക്കപ്പെട്ട ചിന്താഗതിയായിരിക്കും ഇവരുടേത്. വഴക്കമില്ലാത്തൊരു തലച്ചോറ് എങ്ങനെയാണ് കാര്യങ്ങളെ കാണുന്നത് എന്ന് നോക്കിയാൽ, അവർക്കൊരു കാര്യം ഒന്നുകിൽ 100% ശരിയായിരിക്കും, അല്ലെങ്കിൽ പൂർണ്ണമായും തെറ്റായിരിക്കും. ഇതിനിടയിലുള്ള യാതൊരു സാധ്യതകളെക്കുറിച്ചും അല്ലെങ്കിൽ രണ്ടുപേരുടെ അഭിപ്രായത്തിലും കുറച്ച് ശരിയുണ്ടാകാം എന്ന യാഥാർത്ഥ്യത്തെക്കുറിച്ചും ചിന്തിക്കാൻ അവരുടെ തലച്ചോറ് സമ്മതിക്കില്ല. അവർക്ക് നടുവിലൊരു ഗ്രേ ഏരിയ ഇല്ല, എല്ലാം ബ്ലാക്ക് ആൻഡ് വൈറ്റ് മാത്രം. ഈ മനഃശാസ്ത്ര വിശകലനത്തിന്റെ അടുത്ത പാളിയിലേക്ക് നമ്മൾ കടക്കുമ്പോൾ വളരെ വിരോധാഭാസമായ മറ്റൊരു കാര്യം കൂടെ കാണാം. അതാണ് ഡണ്ണിങ്-ക്രൂഗർ കെണി. സൈക്കോളജിയിലെ വളരെ പ്രശസ്തമായൊരു പ്രതിഭാസമാണ് ഡണ്ണിങ്-ക്രൂഗർ ഇഫക്റ്റ്. അതായത്, കാര്യമായ അറിവോ കഴിവോ ഇല്ലാത്ത ആളുകൾ തങ്ങളുടെ അറിവിനെ അമിതമായി വിലയിരുത്തുന്ന അവസ്ഥ. പുതിയ കാര്യങ്ങൾ പഠിക്കുന്നത് അവരുടെ ഈഗോയ്ക്ക് വലിയൊരു ഭീഷണിയായാണ് അവർ കാണുന്നത്. അതുകൊണ്ടുതന്നെ അവർ പുതുതൊന്നും പഠിക്കാൻ ഒരിക്കലും തയ്യാറാകുകയുമില്ല. സത്യം പറഞ്ഞാൽ ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ ചിരി വന്നേക്കാം. തങ്ങൾക്ക് എത്രത്തോളം കാര്യങ്ങൾ അറിയില്ല എന്ന് മനസ്സിലാക്കാൻ പോലുമുള്ള അറിവ് അവർക്കില്ല എന്നതാണ് ഇതിലെ ഏറ്റവും വലിയ തമാശ. അവർ വലിയ ആത്മവിശ്വാസത്തോടെ സംസാരിക്കുകയും നിങ്ങളുടെ ലോജിക്കലായ വാദങ്ങളെ യാതൊരു വിലയും കൊടുക്കാതെ തള്ളിക്കളയുകയും ചെയ്യും. കാരണം തങ്ങൾക്കറിയാത്ത കാര്യങ്ങൾ എന്തെല്ലാമാണെന്ന് മനസ്സിലാക്കാനുള്ളൊരു അടിസ്ഥാന അവബോധം പോലും അവർക്കില്ല എന്നതാണ് യാഥാർത്ഥ്യം. ഇനി നമുക്ക് ഇതിന്റെ ഏറ്റവും ആഴത്തിലുള്ള കാരണത്തിലേക്ക് വരാം. വൈകാരിക നിയന്ത്രണമില്ലായ്മ, അഥവാ പുവർ ഇമോഷണൽ കൺട്രോൾ. ഇത് വളരെ കൃത്യമായി വരച്ചു കാണിക്കുന്നതെന്നാൽ, തികച്ചും വ്യത്യസ്തരായ രണ്ടു തരം ആളുകൾ എങ്ങനെയാണ് ഒരു തർക്കത്തെ നേരിടുന്നതെന്ന് നോക്കാം. ഉയർന്ന ഐക്യവും ഈക്യവുമുള്ള ആളുകൾ ഒരു കാര്യം കേട്ടാൽ കുറച്ചുനേരം പോസ് ചെയ്ത് ചിന്തിക്കുകയും അതിലെ യുക്തി കണ്ടെത്തിയതിനു ശേഷം മാത്രം പ്രതികരിക്കുകയും ചെയ്യുന്നു. എന്നാൽ മറുവശത്ത് യാതൊരു ചിന്തയുമില്ലാതെ വളരെ ഇമ്പൾസീവായി, വൈകാരികമായി പ്രതികരിക്കുന്നവരുണ്ട്. ഇവർ എപ്പോഴും മറ്റുള്ളവരെ കുറ്റപ്പെടുത്താൻ മാത്രമാണ് ശ്രമിക്കുന്നത്.
കുറഞ്ഞ ബുദ്ധിശക്തി പലപ്പോഴും കുറഞ്ഞ വൈകാരിക നിയന്ത്രണവുമായി നേരിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു എന്നാണ് പഠനങ്ങൾ കാണിക്കുന്നത്. സ്വന്തം നിരാശയോ ദേഷ്യമോ നിയന്ത്രിക്കാനുള്ള ഇമോഷണൽ ഇന്റലിജൻസ് അവർക്കില്ലാത്തതുകൊണ്ട് ആ ഫ്രസ്ട്രേഷൻ അവർ നിങ്ങളോട് കാണിക്കുകയും പെട്ടെന്ന് തന്നെ നിങ്ങളെ ഒരു ശത്രുവായി കാണുകയും ചെയ്യും. മാത്രമല്ല, സ്വന്തം തെറ്റുകളുടെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നതിനു പകരം ചുറ്റുപാടുകളെയോ അല്ലെങ്കിൽ തങ്ങളുടെ ഭാഗ്യത്തെയോ ഒക്കെ കുറ്റപ്പെടുത്തുന്ന ഒരു സ്ഥിരം രീതിയാണ് ഇവർക്കുള്ളത്. ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കിയ സ്ഥിതിക്ക് ഇത്തരം സാഹചര്യങ്ങളിൽ നിന്ന് പിന്മാറുന്നതിലെ ബുദ്ധി എത്രത്തോളം ഉണ്ടെന്ന് നമുക്ക് നോക്കാം. നിങ്ങളുടെ സ്വന്തം സമാധാനം എങ്ങനെ സംരക്ഷിക്കാം എന്നതാണല്ലോ പ്രധാനം. ഇതാ നിങ്ങളുടെ സമാധാനം സംരക്ഷിക്കാൻ നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്ന വ്യക്തമായൊരു സ്ട്രാറ്റജി. അടുത്ത തവണ നിങ്ങളുടെ അമിതമായി ചൂടാകുന്ന ഒരാളെ കണ്ടാൽ അവർക്ക് ഭയങ്കര അഹങ്കാരമാണെന്ന് കരുതി തിരിച്ചു തർക്കിക്കാൻ നിൽക്കരുത്. മറിച്ച് അവരുടെ തലച്ചോറിന് ഈ സങ്കീർണമായ കാര്യങ്ങൾ ഉൾക്കൊള്ളാനുള്ള കഴിവില്ല എന്നാണ് നിങ്ങൾ തിരിച്ചറിയേണ്ടത്. അതുകൊണ്ട് അവരെ തോൽപ്പിക്കാൻ ശ്രമിക്കാതെ ഒട്ടും അർത്ഥമില്ലാത്ത ആ സംഭാഷണത്തിൽ നിന്ന് വളരെ സമാധാനപരമായി പിന്മാറുന്നതാണ് ഏറ്റവും വലിയ ബുദ്ധി. ഇവിടെ നമ്മൾ നമ്മളോട് തന്നെ ചോദിക്കേണ്ട വളരെ കൗതുകകരമായ ഒരു ചോദ്യമുണ്ട്. സത്യം കണ്ടെത്താനാണോ നിങ്ങൾ തർക്കിക്കുന്നത്? അതോ ആ സത്യം ഉൾക്കൊള്ളാൻ കഴിയില്ലാത്ത ഒരു തലച്ചോറുള്ള ആളോടാണോ നിങ്ങൾ നിങ്ങളുടെ ഊർജ്ജം മുഴുവൻ കളയുന്നത്? ഒന്ന് ചിന്തിച്ചു നോക്കൂ. മനുഷ്യന്റെ ഇത്തരം പെരുമാറ്റങ്ങൾക്ക് പിന്നിലെ മറഞ്ഞിരിക്കുന്ന സൈക്കോളജി മനസ്സിലാക്കാൻ മനുഷ്യ മനസ്സിനെ കൃത്യമായി ഡീകോഡ് ചെയ്യുന്ന ഇത്തരം അനാലിസിസുകൾക്കായി നമ്മളോടൊപ്പം ചേരുക. സങ്കീർണമായ മറ്റൊരു വിഷയവുമായി നമുക്ക് വീണ്ടും കാണാം.